Hello guys, welcome back to my YouTube channel. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ സന്തോഷത്തോടെ നിന്റെ അരികിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു, നീ എന്നെ സ്വീകരിക്കുമോ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് സന്തോഷത്തോടെ വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഏതൊരു എനർജിയിലാണ് ഈ പേഴ്സൺ അതിനെ നോക്കി കാണുന്നത്? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു കാർഡിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് കാർഡ് തന്നെ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പേഴ്സിവറൻസ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ഥിരോത്സാഹത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. അതായത് ഈ വ്യക്തിക്ക് ഒരു വിചാരമുണ്ട്. ഈ വ്യക്തിക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യക്തിക്ക് ഒറ്റയ്ക്കും മുന്നോട്ട് പോകാം, ഒറ്റയ്ക്കാണെങ്കിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള അമിതമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണപ്പെടുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഏതൊരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയി. ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് നിങ്ങളാണ് ഈ പേഴ്സന്റെ സന്തോഷമാണ്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ഈ പേഴ്സന്റെ സന്തോഷം എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ലഭിച്ചത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് വളരെ സ്ഥിരോത്സാഹത്തോടു കൂടി, എപ്പോഴും ഒരു ഉത്സാഹത്തോടു കൂടി നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ ഏറ്റവും ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിംഗ്സ് വിത്ത് ഈച്ച് അതർ, ഹേർട്ട് ടു ഹേർട്ട് കോൺവെർസേഷൻ ആണ്. അതായത് ഈ പേഴ്സൺ പലപ്പോഴും മനസ്സ് തുറന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഈ വ്യക്തി മറഞ്ഞു നിന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്നും മറഞ്ഞു നിന്നിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്താണ് കാര്യം, എന്താണ് എൻ്റെ അടുത്ത് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ ഒന്നും മിണ്ടത്തില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഈ പെൺകുട്ടി ഈ പേഴ്സന്റെ കയ്യിൽ പിടിച്ചോണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഈ പെൺകുട്ടി ഈ പേഴ്സന്റെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്താണ് നിനക്ക് പറ്റിയത്, ഒരു യാചിക്കുന്നത് പോലെയാണ്. നമുക്ക് ഈ പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം, വിഷമിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പുരുഷനാണെങ്കിലോ ഈ വ്യക്തിയാണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ആള് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയാണ് മനസ്സ് തുറന്ന് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്, അത് നിങ്ങളാണ്. നിങ്ങൾ കരയേണ്ടി വന്നാൽ കരയും, ചിരിക്കേണ്ടി വന്നാൽ ചിരിക്കും, മനസ്സിൽ ദേഷ്യം തോന്നിയ അത് പ്രകടിപ്പിക്കും. നിങ്ങൾ ഉള്ള കാര്യം തുറന്നു പറയുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് 100% സത്യസന്ധമായിട്ട് പെരുമാറിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഈ പേഴ്സൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് സത്യസന്ധമായിട്ട് കോൺവെർസേഷൻ ചെയ്യാൻ, അതായത് സംസാരിക്കാൻ, മനസ്സിലെ ഫീലിങ്സ് ഒക്കെ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇറ്റ്സ് ടൈം ഫോർ ഹീലിംഗ് നോട്ട് വാർ എന്നാണ്, കാസ്റ്റിലാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും സ്നേഹം കൊണ്ട് പടുത്തുയർത്തിയ വലിയൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരം തകർന്നു വീണിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ എത്ര വലിയ കെട്ടിടമാണെങ്കിലും ഒരു ഭൂമികുലുക്കം വന്നു കഴിഞ്ഞാൽ അത് നശിഞ്ഞു പോകും അല്ലേ? അല്ലെങ്കിൽ വലിയൊരു സുനാമി വന്നു, അല്ലെങ്കിൽ വലിയൊരു യുദ്ധം വന്നു, ആ യുദ്ധത്തിൽ പലതും നശിഞ്ഞു പോകാം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും പടുത്തുയർത്തിയിട്ടുള്ള വലിയൊരു കൊട്ടാരമുണ്ട്. സ്നേഹത്തിന്റെ ഒരു കൊട്ടാരം, വിശ്വാസത്തിന്റെ ഒരു കൊട്ടാരം.
അത് തകർന്നു വീണു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങള്, വാക്ക് തർക്കങ്ങള്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പടുത്തുയർത്തിയിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ കൊട്ടാരം തകർന്നു വീണു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹീലിംഗ് എനർജിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, സമാധാനത്തിലേക്കും വിജയത്തിലേക്കും എത്തി നോക്കാം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹാപ്പി ഫാമിലിയാണ്. ഒരുമിച്ചുള്ളൊരു ജീവിതം, കുടുംബജീവിതം. ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും പോസിബിൾ ആക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം ഈ വ്യക്തിയുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത്. ചിലപ്പോൾ ഈ വ്യക്തിക്ക് സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബജീവിതം കിട്ടിയിട്ടില്ലായിരിക്കാം. ഈ വ്യക്തിക്ക് അച്ഛനോ അമ്മയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ അവരുമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിച്ചേർന്ന് സന്തോഷത്തോടെ ഒന്നും ജീവിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു ഫാമിലി ഉണ്ടാകാം, ആ ഫാമിലി ഒരിക്കലും സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് ഈ പേഴ്സന്റെ എന്നേക്കുമായിട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ്. ആ കുടുംബജീവിതത്തിന് അത്രമാത്രം ഈ വ്യക്തി പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫാമിലി, ഒരു കുടുംബം. ആ കുടുംബമാണ് ഈ ലോകത്തിന്റെ തന്നെ അടിത്തറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ് എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ ഒരുപാട് പോരായ്മകൾ നിങ്ങളുമായിട്ടുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പോലും ഈ വ്യക്തിയെ വഴി തെറ്റിക്കുന്ന രീതിയിൽ ഒരുപാട് വഴികൾ ഈ വ്യക്തിക്ക് തുറന്നു വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇവിടെ ഒരുപാട് ഡോറുകൾ തുറന്നു കിടക്കുന്നുണ്ട് അല്ലെ. 1, 2, 3, 4, 5 അങ്ങനെ ഒരുപാട് ഡോറുകൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൽ പലതും ചതിക്കുഴികളായിരുന്നു. അത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നു, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് വഴികൾ, ആ വഴികളെല്ലാം തന്നെ പോസിറ്റീവ് ആയിരുന്നുവെന്നും അല്ലെങ്കിൽ തനിക്ക് നല്ലതായിരുന്നുവെന്നും ഉള്ള ചിന്ത ഈ വ്യക്തി മാറ്റി വെക്കുകയാണ്. കാരണം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് അതെല്ലാം വെറും പൊയ്മുഖങ്ങളായിരുന്നു. പൊയ്മുഖങ്ങൾ എന്ന് പറയുമ്പോൾ കള്ളമായ മുഖങ്ങളായിരുന്നു, കള്ളമായ വഴികളായിരുന്നു. അതിലേക്കൊന്നും പോകാതെ നേരെ മുന്നോട്ട് നിങ്ങളുടെ അടുത്തേക്കായിരുന്നു വരേണ്ടിയിരുന്നത് എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അതുപോലെ കരിയർ പരമായിട്ടുള്ള കാര്യത്തിൽ ഉയർത്തിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പലപ്പോഴും ഈ പേഴ്സൺ പെൻഡിങ്ങിൽ വെക്കുന്ന ഒരു കാര്യമാണ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക, പുതിയ കോഴ്സ് പഠിക്കുക, പുതിയ വഴി തിരഞ്ഞെടുക്കുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഒരു മടി പ്രകടിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മടി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്ത ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഇല്ലായിരുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനെ, ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു കാള കളിച്ച് നടക്കാന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇമ്മച്യൂർഡായിട്ട് നടക്കാം, പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമില്ലാതെ, ഒരു പ്രയത്നമില്ലാതെ, എന്താ പറയുക, സ്വന്തം കാര്യം പോലും നോക്കാതെ ഒരു പക്വതയില്ലാത്ത രീതിയിൽ നടക്കാം. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറ്റിവെച്ച് ഈ പേഴ്സൺ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. And also the butterfly ആണ്. You will meet a new love or interest or a party or a night out. ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ അടുത്ത് തന്നെ ഒരു ചാൻസ് ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നൽ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ആണ്, തുമ്പിയാണ്. തുമ്പികൾ എന്ന് പറയുന്നത് ആ ഒരു പ്യൂപ്പ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജസ്, ആ ഒരു എഗ്ഗിൽ നിന്നും ഒരു ബട്ടർഫ്ലൈയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് വലിയൊരു ലോങ് പ്രോസസ്സാണ്, അത് നടക്കുക തന്നെ ചെയ്യും. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെയൊന്നും വെച്ച് അവസാനിക്കുന്നില്ല. ഇതൊരു പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്കിടയിൽ സ്നേഹമില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു സ്നേഹം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
അതിനൊരവസരം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഏഞ്ചലിന്റെ പേരെന്ന് പറയുന്നത് ആർക്കേഞ്ചൽ യൂറിയൽ ആണ്. സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ആണ്, നിലനിൽപ്പും സ്ഥിരതയുമാണ് സൂചിപ്പിക്കുന്നത്. ടേക്കിംഗ് ചാർജ് ഓഫ് എ സിറ്റുവേഷൻ, അംബീഷ്യസ് പ്ലാൻ ആണ്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ഏത് സിറ്റുവേഷനിലേക്ക് പോയാലും നിങ്ങൾക്ക് വളരെ ചാർജോട് കൂടി നിങ്ങളുടെ മനസ്സിനെ വളരെയധികം തൻ്റെ ഇടത്തോടു കൂടി പുതുക്കി രൂപാന്തരപ്പെടുത്തി വളരെ സ്ട്രോങ്ങസ്റ്റ് വേർഷനിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് മുന്നേറാനും കഴിയുന്ന ഒരു രീതിയെയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന ഏഞ്ചലാണ് ആർക്കേഞ്ചൽ യൂറിയൽ ഏഞ്ചൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ, ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ നിങ്ങളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് സെലിബ്രേഷൻ ആണ്. നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ ചെയ്യണമെന്നാണ് ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഏത് സാഹചര്യത്തിലാണ്, എവിടെയാണ്, എങ്ങനെയാണ്, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ ചെയ്യണം, നിങ്ങളുമായിട്ട് ആഘോഷിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സന്റെ ഹേർട്ട് ചക്ര ഓപ്പൺ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ പേഴ്സന്റെ ഹൃദയം മിണ്ടാതിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ പേഴ്സന് പറയേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങളുടെ അടുത്ത് പറയാതെ മനസ്സിൽ എല്ലാം ഒതുക്കി പിടിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഹൃദയം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്രമാത്രം ഈ വ്യക്തി നിങ്ങളോട് ഹൃദയം തുറക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ, അത്രമാത്രം ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹേർട്ട് ചക്ര അത് ഓപ്പൺ ആവുന്നതിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണത്. ഓക്കെ, ഓപ്പൺ കണക്ഷൻ ആണ് കാണിക്കുന്നത്. മനസ്സിലുള്ളത് എന്താണോ അത് വെട്ടി തുറന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് മനസ്സ് തുറന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ക്ലൂസ് നോക്കാം. ചതയം നാള് കിട്ടിയിട്ടുണ്ട്, അശ്വതി നാള്, ഫോട്ടോഗ്രാഫർ, ഫോർഹെഡ്, 6 വീക്ക്, പൂരാടം നാള്, സ്പിരിച്വൽ പ്രാക്ടീസസ്, 1 ഇയർ, സ്ലീപ്ലെസ് നൈറ്റ്, സൺസെറ്റ്, ലെറ്റർ എൽ, ലെറ്റർ എം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. ബൈ.